ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ലോകകപ്പ് വിജയം അതൊരു മനോഹരമായ നിമിഷമായിരുന്നു. ദക്ഷിണാഫ്രിക്കയ്ക്കായി ക്യാപ്റ്റൻ ലൗറ വൂഡ്സ് 98 പന്തിൽ നിന്നും 11 ഫോറും ഒരു സിക്സറും പറത്തി 101 റൺസുമായി ക്രീസിൽ. പക്ഷേ കൈവശം ഒരു വിക്കറ്റ് മാത്രം. ജയിക്കാൻ 52 റണ്ണ് കൂടി വേണം. അന്തരീക്ഷം പിരിമുറുക്കത്താൽ നിറഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ നായിക ഹർമത് പ്രീത് കൗർ സ്പിൻ ബൗളർ ദീപ്തി ശർമ്മയെ പന്തെറിയാൻ ചുമതലപ്പെടുത്തി. ദീപ്തി ശർമ്മ എറിഞ്ഞ പന്ത് ലൗറ ഓഫ് സൈഡിലേക്ക് പറത്തി. ഒരു 6 ആയിരുന്നു ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതൊരു മിസ് ടൈമിംഗ് ആയിരുന്നു. പന്ത് ബാറ്റിൽ തട്ടി ഉയർന്നു പൊങ്ങി. ഫീൽഡിലുണ്ടായിരുന്ന രവീന്ദ്ര കൗർ ഓടി വന്ന് ക്യാച്ച് എടുക്കാൻ ശ്രമിച്ചെങ്കിലും പന്ത് കയ്യിൽ തട്ടി ഒന്നുകൂടി ഉയർന്നു. ഇന്ത്യക്കാരുടെ നെഞ്ചു പിടച്ചു. ഉയർന്നു പൊങ്ങിയ പന്ത് കൗർ ഒറ്റക്കൈയിൽ മുറുകെ പിടിച്ചപ്പോഴേക്കും ഗ്യാലറിയിൽ നിന്നും ആരവങ്ങൾ ഉയർന്നു. അതൊരു ചരിത്രപരമായ വിജയമായിരുന്നു. 2017 ലോകകപ്പിലെയും 2021 T20 ലോകകപ്പിലെയും നിരാശകൾക്ക് ശേഷമുള്ള വിജയം. ഈ വിജയം ഇന്ത്യൻ പെൺപുലികൾ പോരാടി നേടിയത് തന്നെ. പുരുഷന്മാർ കൈയടക്കി വെച്ചിരുന്ന ക്രിക്കറ്റ് മേഖലയിലേക്ക് ഇന്ത്യൻ പെൺതാരങ്ങൾ കടന്നു വന്നത് ലോക കിരീടം തന്നെ സ്വന്തമാക്കിക്കൊണ്ടാണ്. ചരിത്ര വിജയത്തിനു ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമത് പ്രീത് കൗർ ഇൻസ്റ്റഗ്രാമിൽ ഒരു ചിത്രം പങ്കുവച്ചു. ക്രിക്കറ്റ് ഈസ് ജെന്റിൽമാൻസ് ഗെയിം എന്ന വാചകത്തിലെ ജെന്റിൽമാൻസ് എന്ന വാക്ക് വെട്ടിമാറ്റി പകരം എവരിവോൺസ് എന്ന് എഴുതിയ ടീഷർട്ടുമായി വേൾഡ് കപ്പ് ട്രോഫിയും കെട്ടിപ്പിടിച്ചു കിടക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റന്റെ ചിത്രം, ഉശിരുള്ള ഇന്ത്യൻ പെൺകുട്ടിയുടെ തൻ്റെടത്തോടെയുള്ള പ്രഖ്യാപനം, ക്രിക്കറ്റ് അത് മാന്യതയുള്ള പുരുഷന്മാരുടെ മാത്രമല്ല, അത് എല്ലാവരുടെയും കൂടിയാണെന്നുള്ള പ്രഖ്യാപനം, അത് ലോകം ഏറ്റെടുത്തു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം താരങ്ങൾ ഇന്ന് കോർപ്പറേറ്റ് ലോകത്തിലെ ഏറ്റവും ഡിമാൻഡുള്ള ബ്രാൻഡ് അംബാസഡർമാരായി മാറിയിരിക്കുന്നു. അക്കൂട്ടത്തിൽ ടീമിൻ്റെ മധ്യനിരയിൽ നിന്നും ബാറ്റ് ചെയ്ത, ടൂർണമെൻറ്റിലെ മത്സരങ്ങളിൽ മികച്ച സ്കോർ നേടി ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച ജമീമ റോഡ്രിഗസ് ആണ് ഏറ്റവും വിലയേറിയ താരം. കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ലോകകപ്പിന് മുൻപ് വരെ ഒരു പരസ്യക്കരാറിനായി ജമീമയുടെ മൂല്യം ഏതാണ്ട് 75 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ ലോക കിരീടത്തിലെ നിർണായകമായ പ്രകടനത്തിനു ശേഷം ഇന്ന് ജമീമ റോഡ്രിഗസ് ഒരു ബ്രാൻഡിൽ നിന്നും ഈടാക്കുന്നത് 1.5 കോടി രൂപയാണ്. അതെ, ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ ബ്രാൻഡ് മൂല്യം ഇരട്ടിയായി. വിരാട് കോഹ്ലിയും സച്ചിൻ ടെണ്ടുൽക്കറും മഹേന്ദ്ര സിംഗ് ധോണിയുമെല്ലാം അടക്കി വാണിരുന്ന മേഖലയിലേക്ക് ഇന്ത്യയിലെ പെൺതാരങ്ങൾ പൊരുതിക്കയറുകയായിരുന്നു. ജമീമ റോഡ്രിഗസ് എന്ന ഇന്ത്യൻ ക്രിക്കറ്റ് താരത്തിൻ്റെ ഈ കുതിച്ചുചാട്ടം എങ്ങനെ സംഭവിച്ചു? ഈ വിജയത്തിന് പിന്നിലെ ത്യാഗങ്ങളും ആവേശം കൊള്ളിക്കുന്ന പോരാട്ടങ്ങളും എന്തെല്ലാമാണ്? നമുക്ക് നോക്കാം. ജമീമയുടെ കഥ തുടങ്ങുന്നത് ക്രീസിൽ നിന്നല്ല, ഒരു ഹോക്കി ഗ്രൗണ്ടിൽ നിന്നാണ്. ഇന്ത്യൻ അണ്ടർ 17 ഹോക്കി ടീമിനായി കളിച്ച പ്രതിഭ ഒടുവിൽ ക്രിക്കറ്റ് തിരഞ്ഞെടുക്കുകയായിരുന്നു. 16-ാം വയസ്സിൽ സ്കൂൾ ക്രിക്കറ്റിൽ 202 റൺസ് നേടി അവൾ തൻ്റെ വരവറിയിച്ചു. അന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം അത്ഭുതത്തോടെയാണ് ആ പ്രകടനം നോക്കിക്കണ്ടത്. ഇത്രയും ബാറ്റിംഗ് ടെക്നിക്കുള്ള ഒരു ഇന്ത്യൻ വനിതാ താരം ഉയർന്നു വന്നിരിക്കുന്നു. 2018 ഇന്ത്യയിലെത്തിയ മുൻ ഇംഗ്ലണ്ട് ക്യാപ്റ്റനും വിഖ്യാതനായ കമന്റേറ്ററുമായ നാസർ ഹുസൈൻ മുംബൈയിലെ ഒരു അക്കാദമിയിൽ വെച്ച് 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ബാറ്റിംഗ് കണ്ടു. അവളുടെ ടെക്നിക്കിൽ ആകർഷനായ നാസർ നെറ്റ്സിൽ അല്പം പന്തെറിഞ്ഞു കൊടുത്തു. അന്ന് വൈകുന്നേരം അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു, ജമീമ റോഡ്രിഗസ്, ഈ പേര് നിങ്ങൾ ഓർത്തു വെച്ചോളൂ. ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത സൂപ്പർ സ്റ്റാർ ആകാൻ ഈ കുട്ടിക്ക് സാധിക്കും. നാസർ ഹുസൈൻ്റെ ആ പ്രവചനം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. ആ മുംബൈക്കാരി ഓടിത്തീർത്ത വഴികൾക്ക്, പോരാടി നേടിയ വിജയങ്ങളുടെയും നേരിട്ട അവഗണനകളുടെയും തീവ്രമായ പരിശ്രമത്തിൻ്റെയും കഥകളാണ് പറയാനുള്ളത്. നാസറിൻ്റെ പ്രവചനത്തിന് ശേഷം അവൾക്ക് റെഡ് കാർപ്പറ്റ് ലഭിച്ചില്ല. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ ആരും വലുതായി പരിഗണിച്ചില്ല. 2021-22 കാലഘട്ടം ജമീമയ്ക്ക് പക്ഷേ അത്ര നല്ലതുമായിരുന്നില്ല. മോശം ഫോമിൻ്റെ പേരിൽ 2022 ഏകദിന ലോകകപ്പ് ടീമിൽ നിന്നും അവൾ പുറത്തായി. ആ നിമിഷം ഏതൊരു കായിക താരത്തെയും തളർത്താൻ പോകുന്നതായിരുന്നു. ലോകകപ്പ് നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ വേദന എന്ത്? പക്ഷേ അവൾ കൂടുതൽ കഠിനമായി പരിശീലിച്ചു, തൻ്റെ ടെക്നിക്കുകൾ മെച്ചപ്പെടുത്തി, മാനസികമായി കരുത്താർജിച്ചു. അങ്ങനെ അധികം വൈകാതെ 2022 കോമൺവെൽത്ത് ഗെയിംസിലും അതിനുശേഷമുള്ള മത്സരങ്ങളിലും അവൾ ഇന്ത്യൻ മധ്യനിരയിൽ വിശ്വസ്ത താരമായി തിരികെ എത്തി. ആ പടപ്പുറപ്പാട് അവളെ കൊണ്ടുവന്നെത്തിച്ചത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ വിജയശില്പി എന്ന സ്ഥാനത്തേക്കാണ്, ഏറ്റവും മൂല്യമേറിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം താരം എന്ന താരപരിവേഷത്തിലേക്ക്.